കൊടുങ്ങല്ലൂരിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് മടത്തിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ കുടുംബക്ഷേത്രത്തിലോട്ടാണ്. അപ്പോൾ ആദ്യമൊക്കെ വരാണ്ടായിരുന്നു, പിന്നിപ്പോൾ വഴി നമ്മുടെ വടക്കഞ്ചേരി ആയതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ എല്ലാ പരിപാടിക്കും എത്താൻ സാധിക്കാറില്ല. അപ്പോൾ ഇന്ന് വന്ന ദിവസം എന്ന് പറഞ്ഞാൽ ദേവിയുടെ പിറന്നാൾ ദിവസമാണ്. അപ്പോൾ അങ്ങനെ വിശേഷപ്പെട്ട പൂജകളും അതുപോലെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേവിയുടെ പിറന്നാൾ സദ്യ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളിവിടുന്ന് നേരെ ഇനി പാമ്പുമേക്കാട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിൽ കേട്ടോ. കൊടുങ്ങല്ലൂർ അമ്മ തന്നെയാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. പിന്നെ ഇരുവശങ്ങളിലായി ഉപദേവതകളൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ പിറന്നാളായതുകൊണ്ട് പ്രത്യേക കലശവും ഹോമവും എല്ലാം ഉണ്ട്. ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ പുലർച്ചെ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഹോമങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഓരോരുത്തർ വഴിപാടിന് കൊടുത്തിട്ട് എല്ലാവരും വെയിറ്റിംഗും ഉണ്ട്. അതുപോലെ ഇനി നട തുറന്ന് പൂജയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട് അവിടെ. ആകെ അവിടെ ഒരു ഭക്തിമയം തന്നെയായിരുന്നു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ അവിടെ സോപാന സംഗീതമൊക്കെ പാടുന്നുണ്ടായിരുന്നു. ശരിക്കും വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു. എല്ലാവരും വരിയായി നിശബ്ദമായി നിൽക്കുമ്പോൾ സോപാന സംഗീതം മാത്രം കേൾക്കുന്ന അവിടെ മൊത്തം ആ പാട്ട് മാത്രം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ. കൊടുങ്ങല്ലൂരിനോട് ആകെ ഒരു 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ ഈ അമ്പലത്തിലോട്ട്. ഉച്ചപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധനമാണ് റെഡിയായി നിൽക്കണേ. ഇതെപ്പോൾ പൊട്ടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഓടും. അതിന് പൂജ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളിതാ സദ്യ, പിറന്നാൾ സദ്യ ഉണ്ണാണ് കേട്ടോ അമ്മയുടെ. അപ്പോൾ നല്ല സ്വാദുള്ള ഒരു സദ്യയായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സും വയറും എല്ലാം നിറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ അവിടുന്ന് ഊണ് കഴിച്ച് പോരാൻ തയ്യാറെടുക്കുമായിരുന്നു കേട്ടോ.